എനിക്ക് ദിലീപേട്ടന്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. ദിലീപേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ദിലീപേട്ടന്റെ നല്ലൊരു പടമാണ് ബബബ. ലാലേട്ടനും ദിലീപേട്ടനും പിന്നെ ഒരുപാട് നല്ല മെയിൻ ആർട്ടിസ്റ്റുകളും ഒക്കെയുള്ള നല്ലൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഞാനൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ ഇനി കേരളത്തിൽ എന്നെ തെറി വിളിക്കാൻ ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും ഇല്ല. അത്രമാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എനിക്കറിയില്ല. എനിക്ക് ദിലീപേട്ടന്റെ പടം ഇഷ്ടമാണ്, ദിലീപേട്ടനെ ഇഷ്ടമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെടാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കണമെന്നില്ല. എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണെന്ന് പറയും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരാൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇത്രമാത്രം തെറി വിളിക്കാൻ ഞാൻ നിങ്ങളുടെ ആരും കുടുംബത്ത് വരുവോ, നിങ്ങളെ ആരും എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞത്. ദിലീപേട്ടനെ നല്ലൊരു തിരിച്ചുവരവാണ്, നല്ല അടിപൊളി പടമാണ് ബബ്ബ. നിങ്ങൾ ഇനി എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും പുള്ളിക്കാരന്റെ വീഡിയോ സിനിമ നല്ലതാണെന്ന് പറയുന്നവരെ നിങ്ങൾ എത്ര തെറി വിളിച്ചാലും കോടതിയിൽ ദിലീപേട്ടൻ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചതാണ്. പുള്ളി തെറ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ ആ പുള്ളിക്കാരനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ വേടന്റെ കാര്യം വന്നപ്പോ വേടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തെളിഞ്ഞ ശേഷം ദിലീപേട്ടൻ പുറത്ത് വന്നപ്പോഴും ദിലീപേട്ടനെ ആർക്കും ഇഷ്ടമല്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ പുള്ളിയുടെ പടം ആരും കാണാൻ പാടില്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നതെല്ലാം ബാക്കിയുള്ളവരെല്ലാം കേട്ട് ജീവിക്കണമെന്നുണ്ടോ? ദിലീപേട്ടൻ്റെ എത്ര പടം ഇറങ്ങിയാലും ഞാൻ പോയി കാണും. എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമാണ്. ദിലീപേട്ടൻ തെറ്റ് ചെയ്യാത്ത ആളാണെന്ന് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞതാണ്. നമ്മുടെ നിയമത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ കോടതി നിയമങ്ങളും ഒക്കെ സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരിക്കലും ദിലീപേട്ടനെ പുറത്ത് തെറ്റ് ചെയ്തിട്ടും പുറത്ത് വിട്ടതൊന്നുമല്ല. അപ്പൊ ആദ്യം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അവിടെ പോയി കിടന്ന് ഇത്രമാത്രം തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമാണ്. ദിലീപേട്ടന്റെ ബബ്ബ പടം അടിപൊളിയാണ്, പൊളിയാണ്, കിടുവാണ്. ഐ ലവ് യു ദിലീപേട്ട എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരോടും ക്രൂശിക്കാൻ വരണ്ട. ഇത്രമാത്രം ക്രൂശിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദിലീപേട്ടന്റെ പടം സൂപ്പറാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. എൻ്റെ രക്തം തിളയ്ക്കുന്നു ആ പടം കണ്ടിട്ട്. കാരണം ദിലീപേട്ടൻ ഒരു വൻ തിരിച്ചുവരവാണ്. എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു കിടുപടം. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി പടം കണ്ടതാണ്. അത് ദിലീപേട്ടന്റെ പടമായപ്പോൾ അത്രയ്ക്കും സന്തോഷം. പിന്നെ ഈ ജിഷ മരിച്ചു, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സൗമ്യ മരിച്ചു. അന്നേരം ഒന്നും ആരും ഒരു സമരം ചെയ്തിട്ടോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടോ നീതിക്ക് വേണ്ടിയിട്ടോ ആരും പോരാടുന്ന നമ്മൾ ആരും കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, എനിക്കിനി അറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ടിട്ടില്ല. അവരെന്താ സെലിബ്രേറ്റ് അല്ലാഞ്ഞുകൊണ്ടാണോ? സാധാരണക്കാരായതുകൊണ്ടായിരുന്നോ? അവരെയൊക്കെ എല്ലാവരും